അപ്പം നമ്മൾ ട്രേഡ്സ്മാൻ കമ്പ്യൂട്ടർ സയൻസിന്റെ ഡേറ്റാബേസ് കൺസെപ്റ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ MCQ സെക്ഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. ട്രേഡ്സ്മാൻ ലെവൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഈസി ടു എബോവ് മീഡിയം ലെവലിലുള്ള ഡേറ്റാബേസിന്റെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ആ രീതിയിലാണ് ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ക്വസ്റ്റ്യൻ വളരെ എളുപ്പമായിട്ട് തോന്നും, പക്ഷെ ഓപ്ഷനും കൂടി വായിച്ചിട്ട് നമുക്ക് ആൻസർ കറക്റ്റ് ഏതാണെന്ന് അനലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ചിലപ്പം ഡേറ്റാബേസ് എന്താണെന്നൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ, പക്ഷെ ആൻസറിലോട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂസിങ് ആയിട്ട് തോന്നും. അപ്പം നന്നായിട്ട് വായിച്ച് നോക്കിയിട്ട് ആൻസർ ചെയ്യണേ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൊസീജറൽ ലാംഗ്വേജ് എമംഗ് ദ ഫോളോയിങ് ഈസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഏതാണ് പ്രൊസീജർ, ഏതൊക്കെയാണ് നോൺ പ്രൊസീജർ? പ്രൊസീജറൽ ലാംഗ്വേജ്, എനി ഐഡിയ? പ്രൊസീജറൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് കമാൻഡ് നമ്മൾ എഴുതിയാൽ അതിനകത്ത് എന്ത് നടക്കുന്നു എന്നുള്ളതും കൂടി മെൻഷൻ ചെയ്യും. എന്ത് നടക്കുന്നു എന്നുള്ളതും കൂടി മെൻഷൻ ചെയ്യും. അതായത് എന്താണ്, നിങ്ങൾ റിലേഷൻ ഓൾജിബ്ര ഫുൾ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിനകത്ത് ഇപ്പം എന്താണ്, നമ്മൾ ജോയിൻ ഓപ്പറേഷൻ പറയുന്നു, ഇപ്പം കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് പറയുന്നു. അതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ടേബിൾ വെച്ച് ഇങ്ങനെ എഴുതി 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 പറയുവാണ്. ഏതിനകത്ത്? റിലേഷണൽ ഓൾജിബ്രയിൽ. റിലേഷണൽ ഓൾജിബ്രയിൽ, ഓൾജിബ്ര. ഓക്കെ, അതായത് എന്താ, വാട്ട് ടു ഡു മാത്രമല്ല ഹൗ ടു ഡൂവും കൂടി എവിടെ പറയുന്നുണ്ട്? പ്രൊസീജറൽ ലാംഗ്വേജിൽ പറയുന്നുണ്ട്. എന്ത് ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല, അത് എങ്ങനെ ചെയ്യുന്നു എന്നും കൂടി പറയുന്നുണ്ട്. എവിടെ? പ്രൊസീജറൽ ലാംഗ്വേജിൽ. അങ്ങനത്തെ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് റിലേഷണൽ ഓൾജിബ്ര. നോൺ പ്രൊസീജറൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ, നോൺ പ്രൊസീജറൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ വാട്ട് ടു ഡു മാത്രമേ പറയുന്നുള്ളൂ. എന്താണ് ആ കമാൻഡ് ചെയ്യുന്നത് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അങ്ങനെയുള്ളതാണ് റിലേഷണൽ കാൽക്കുലസ്. നോട്ട് ചെയ്ത് വെച്ചേക്കണേ. റിലേഷണൽ കാൽക്കുലസിന്റെ രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ്, ഡൊമെയിൻ റിലേഷണൽ കാൽക്കുലസും ടപ്പിൾ റിലേഷണൽ കാൽക്കുലസും. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് പഠിക്കാനില്ല, പക്ഷെ ഇത് ഒന്ന് മനസ്സിലാക്കണം. കാരണം ഇത് ഒരുപാട് ചോദ്യം കണ്ടിട്ടുണ്ട്. ഇങ്ങനെയാണ് ചോദിക്കുന്നത്, റിലേഷണൽ ഓൾജിബ്ര ഈസ് എ ഓപ്ഷൻ പ്രൊസീജർ ലാംഗ്വേജ്, നോൺ പ്രൊസീജർ ലാംഗ്വേജ്, നൺ ഓഫ് ദീസ്, അങ്ങനെയായിരിക്കും വരുന്നത്. പക്ഷെ ഇതിപ്പം തിരിച്ച് ചോദിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പം മനസ്സിലാക്കേണ്ട കാര്യമല്ലോ, പ്രൊസീജർ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ആ ഓപ്പറേഷൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ ഉപരി അത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ള ഒരു എക്സ്പ്ലനേഷനും കൂടി റിലേഷൻ ഓൾജിബ്രയിൽ നമ്മൾ പഠിക്കും. പക്ഷെ നോൺ പ്രൊസീജർ ലാംഗ്വേജിൽ എന്ത് ചെയ്യുന്നു എന്ന് മാത്രമേ സ്പെസിഫൈ ചെയ്യുന്നുള്ളൂ. ഇപ്പം എന്താണ്, റിലേഷൻ ഓൾജിബ്രയിൽ ഒരു ഓപ്പറേഷൻ തന്നേക്കുന്നു, അത് എന്തിന്, അതിന്റെ യൂസ് എന്താണ്, അത് മാത്രം. പക്ഷെ ഏതില? റിലേഷണൽ കാൽക്കുലസിൽ എന്താണ് അതിന്റെ യൂസ് എന്ന് മാത്രം. റിലേഷൻ ഓൾജിബ്രയിലാണെങ്കിലോ നമ്മൾ ഓരോ ടേബിൾ എടുത്ത് അത് വർക്ക്ഔട്ട് ചെയ്ത് അങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ പ്രൊസീജറൽ ലാംഗ്വേജിന് എക്സാമ്പിൾ ആണ് റിലേഷൻ ഓൾജിബ്ര. നോൺ പ്രൊസീജർ ലാംഗ്വേജിന് എക്സാമ്പിൾ ആണ് റിലേഷണൽ കാൽക്കുലസ്, അല്ലെങ്കിൽ എന്താ, ഡൊമെയിൻ റിലേഷൻ കാൽക്കുലസ്, ടപ്പിൾ റിലേഷൻ കാൽക്കുലസ്, എല്ലാം നോൺ പ്രൊസീജറിന് എക്സാമ്പിൾ. ഓക്കെ, ഞാൻ കുറേ ലാംഗ്വേജ് അവർ ചുമ്മാ ഓപ്ഷൻ തേക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിനകത്ത് ഏതാണ് ആൻസർ? റിലേഷണൽ ഓൾജിബ്ര ആണ് പ്രൊസീജർ ലാംഗ്വേജ്. കേട്ടോ, ഓർത്ത് വെച്ചേക്കണേ, നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടില്ലാത്ത ക്വസ്റ്റ്യൻ ആവും. അപ്പൊ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ്. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ, ഈ പോയിന്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിങ്ങൾ എഴുതി എഴുതി പൊക്കോണം അറിയാത്ത കാര്യം. അടുത്ത ക്വസ്റ്റ്യൻ, dash indicate the maximum number of entities that can be involved in a relationship. Okay, number of entities that can be involved in a relationship. ഇതിന് എന്താ പറയുന്നത്? ഇതിന് എന്ത് പറയും? കേട്ടിട്ടില്ലേ? കാർഡിനാലിറ്റി അല്ലേ? കാർഡിനാലിറ്റിയുടെ ഡെഫിനിഷൻ ആണ് നമ്പർ ഓഫ് എൻറ്റിറ്റീസ് ദാറ്റ് ക്യാൻ ബി ഇൻവോൾവ് ഇൻ എ റിലേഷൻഷിപ്പ്.
അതായത് മാക്സിമം നമ്പർ ഓഫ് എൻറ്റിറ്റീസ് ദാറ്റ് ക്യാൻ ബി ഇൻവോൾവ് ഇൻ എ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നതാണ് കാർഡിനാലിറ്റി. ഇതാണ് നമ്മളിങ്ങനെ കാർഡിനാലിറ്റീനെ പഠിക്കുന്നത്. അത് മിനിമം കാർഡിനാലിറ്റി ആണോ മാക്സിമം കാർഡിനാലിറ്റി ആണോ എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ഡൗട്ട് അടിക്കുന്ന കാര്യം. ഒരു റിലേഷൻഷിപ്പിൽ എത്രത്തോളം എൻറ്റിറ്റീസ് ഇൻക്ലൂഡഡ് ആകാം എന്നാണ്. ഒന്നുമില്ല, ഇത് തെറ്റിക്കാൻ വേണ്ടി തന്നേക്കാണ് ആൻസർ മാക്സിമം കാർഡിനാലിറ്റി. കേട്ടോ, മാക്സിമം കാർഡിനാലിറ്റി. നമുക്ക് മിനിമം കാർഡിനാലിറ്റി ആണോ എന്ന് കൺഫ്യൂഷൻ വരും. പക്ഷെ ആൻസർ എന്താണ്? മാക്സിമം കാർഡിനാലിറ്റി ആണ്. എന്ത്? മാക്സിമം നമ്പർ ഓഫ് എൻറ്റിറ്റീസ് ദാറ്റ് ക്യാൻ ബി ഇൻവോൾവ് ഇൻ എ റിലേഷൻ. ഓക്കെ അല്ലേ? കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷെ നമുക്ക് അറിയാം എന്ന് നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ തന്നെ ഇട്ടത് കേട്ടോ. മാക്സിമം കാർഡിനാലിറ്റി ആണ് മാക്സിമം നമ്പർ ഓഫ് എൻറ്റിറ്റീസ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ റിലേഷൻ. ഓക്കെ, വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് ഡേറ്റ മോഡലിംഗ്? ഓപ്ഷൻ സി പറയുന്നു. പിന്നെ വേറെ ഓപ്ഷൻ ഉണ്ടോ? പ്രൈമറി പർപ്പസ്, ഡേറ്റ മോഡലിംഗിന്റെ പ്രൈമറി പർപ്പസ് എലമെന്റ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കാനാണ്. റെപ്രസെന്റേഷൻ ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ എലമെന്റ്സ് ആണ് മോസ്റ്റ് ആക്യുറേറ്റ് ആൻസർ. കേട്ടോ, ബാക്കിയൊക്കെ ഇതിന്റെ സൈഡായിട്ട് പോവും, പക്ഷേ റിലേഷൻഷിപ്പിന്റെ റെപ്രസെന്റേഷൻ ആണ് മെയിൻ ആയിട്ടും ഡേറ്റ മോഡലിംഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അറിയത്തില്ലെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചേക്കണേ. ഡേറ്റ മോഡലിംഗിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പിനെ റെപ്രസെന്റ് ചെയ്യാം. കേട്ടോ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ഫോളോയിങ് കമാൻഡ്? ഡിലീറ്റ് ഫ്രം ആർ വേർ പി. ഇതെന്താ ചെയ്യുന്നത്? കൺഫ്യൂഷൻ അടിക്കേണ്ട കാര്യം ഇല്ലല്ലോ. ഇതിലേതാ ആൻസർ? ഓപ്ഷൻ സി. ഓപ്ഷൻ സി, അതായത് ആ പി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പർട്ടിക്കുലർ ടപ്പിളിനെ ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ? അതാണ് ഈ പറഞ്ഞത്. കാരണം ഇവിടെ വേറും കൂടെ ഉണ്ട്. അപ്പൊ അത് നോക്കി, അതായത് ആ വേർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പർട്ടിക്കുലർ ടപ്പിളിനെ ഡിലീറ്റ് ചെയ്യിക്കുക. സാധാരണ രീതിയിലുള്ള സിന്റാക്സ് ആണ് തന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Which of the following is a subset of SQL command used to manipulate Oracle structures including table? ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? മാനിപ്പുലേറ്റ്. ആൻസർ എന്താ? നേരത്തെ പറഞ്ഞു, മാനിപ്പുലേറ്റ് എന്ന് കണ്ടാൽ ചാടിക്കേറി മാനിപ്പുലേഷൻ ലാംഗ്വേജ് എഴുതി വെക്കരുത്. എന്തിനെ മാനിപ്പുലേറ്റ് ചെയ്യാനാണ്? സ്ട്രക്ചേഴ്സ് ഇൻക്ലൂഡിങ് ടേബിൾ. ടേബിളിനെയും ഡേറ്റാബേസ് സ്ട്രക്ചേഴ്സിനെയും മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഡെഫിനിഷൻ ലാംഗ്വേജ്. ഡേറ്റയെ മാനിപ്പുലേറ്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്. കേട്ടോ, ഡേറ്റ ടേബിൾസിനെ, അതായത് സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ വ്യൂ ഒക്കെ വരും, ഇപ്പൊ സ്കീമ, ഇതിനെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് ആണ്. കേട്ടോ, നമ്മളെ തെറ്റിക്കാനാണ് ഇവിടെ മാനിപ്പുലേറ്റ് ഇട്ടിരിക്കുന്നത്. മാനിപ്പുലേറ്റ് കണ്ട് നമ്മൾ എന്തായാലും മാനിപ്പുലേഷൻ ലാംഗ്വേജ് എഴുതും. കാരണം നമ്മൾ കീവേഡ് ആയിട്ട് പഠിച്ചു വെച്ചേക്കുന്ന അതാണ്. തെറ്റിക്കരുത് കേട്ടോ, പറഞ്ഞതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഫോർ ഡിസൈനിങ് എ നോർമൽ RDBMS, വിച്ച് ഓഫ് ദി ഫോളോയിങ് നോർമൽ ഫോം ഇസ് കൺസിഡർഡ് ടു ബി അഡിക്വേറ്റ്? അതായത് ഒരു സാധാരണ രീതിയിലുള്ള RDBMS-ൽ ഏത് നോർമലൈസേഷൻ അറ്റൈൻ ചെയ്താൽ സ്യൂട്ടബിൾ ആയിരിക്കും, കുഴപ്പമില്ല എന്നുള്ളൊരു സ്റ്റേജിൽ അഡിക്കേറ്റ് നിർബന്ധമായിട്ടും വേണം എന്നുള്ള രീതിയിലാണ്. അതെങ്കിലും മിനിമം വേണം എന്നാണ്. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. കുറെ പേർക്ക് തിരിഞ്ഞു പോകുന്ന ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഇസ് 3NF ആണ്. കേട്ടോ, 3NF ആണ്. കാരണം എന്താ? 3NF അറ്റൈൻ ചെയ്താൽ മാക്സിമം നമുക്ക് അനോമലീസ് ഒക്കെ കുറെയൊക്കെ അവോയ്ഡ് ചെയ്യാം. അത്യാവശ്യം രീതിയിലുള്ള അനോമലീസ് ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഒരു നോർമലൈസ് കണ്ടീഷനിലാണ് 3NF അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ. ബാക്കി വരുന്ന 4NF 5NF എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്.
അതൊന്നും പ്രാക്ടിക്കൽ കേസിൽ നമുക്ക് അത്ര പെട്ടെന്ന് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന നോർമലൈസേഷൻ അല്ല 4NF-ഉം 5NF-ഉം. പ്രാക്ടിക്കൽ കേസിൽ നമുക്ക് അഡിക്കേറ്റ് ആയിട്ടുള്ളത് 3NF ആണ് കേട്ടോ. ചിലർ 1NF വന്നാൽ നിങ്ങൾ കുഴയും, മിക്കവരും 1NF യൂസ് ചെയ്യത്തോളൂ, പക്ഷെ അതല്ല 3NF ആണ് കേട്ടോ. അടുത്തത് ഓൾഡസ്റ്റ് DB മോഡൽ, ഡേറ്റാബേസ് മോഡൽ എന്ന് പറയുന്നത് ഏതാ? ഇതൊക്കെ നിങ്ങൾ കേൾക്കാൻ സാധ്യതയുണ്ടോ എന്ന് എനിക്കറിയില്ല. നെറ്റ്വർക്ക് മോഡലാണ് ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള മോഡൽ കേട്ടോ. നെറ്റ്വർക്ക് മോഡലാണ്. ഹയറാർക്കിക്കൽ എന്നൊക്കെ പറഞ്ഞാൽ നെറ്റ്വർക്ക് കഴിഞ്ഞ് വരുന്ന ടൈപ്പാണ് ഹയറാർക്കിക്കൽ. ഏറ്റവും ഓൾഡസ്റ്റ് നെറ്റ്വർക്ക് മോഡലാണ്. Which of the following establishes a top to bottom relationship among item? പേരിനകത്ത് നിന്ന് തന്നെ നമുക്ക് പിടിക്കാം. ടോപ്പ് ടു ബോട്ടം ഹയറാർക്കിക്കൽ മോഡലാണ് ടോപ്പ് ടു ബോട്ടം റിലേഷനെ കാണിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ടോപ്പ് ടു ബോട്ടം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു ട്രീ ലൈക്ക് സ്ട്രക്ചർ വരും. ഒരു ട്രീ ലൈക്ക് സ്ട്രക്ചർ ആണ് ടോപ്പ് ടു ബോട്ടം മോഡലിൽ വരും. ഓക്കെ, ആ വാക്കിനകത്ത് തന്നെ നമുക്ക് മനസ്സിലാവും. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻ ഇഫ് എ പീസ് ഓഫ് ഡേറ്റ ഈസ് സ്റ്റോർഡ് ഇൻ 2 places ഇൻ ഡേറ്റാബേസ്? അതായത് ഒരു ഡേറ്റാബേസിന്റെ 2 സ്ഥലത്തായിട്ട് കൊടുത്തു, അല്ലെ 2 ടേബിളിൽ കൊടുത്തു എന്ന് വിചാരിക്കുക. ഒരു ഡേറ്റാബേസിന്റെ തന്നെ 2 ടേബിളിലായിട്ട് ഒരേ ഡേറ്റയെ കൊടുത്തു. എന്ത് സംഭവിക്കും? ഇത് ഏതാണ് ആക്യുറേറ്റ് ആൻസർ? സ്റ്റോറേജ് സ്പേസ് is wasted and changing the data in one spot will cause data inconsistency. Can be more easily accessed. Changing the data in one spot will cause data inconsistency. Storage space is wasted. ഒന്ന് ആലോചിച്ചിട്ട് ആൻസർ പറഞ്ഞു. ഓപ്ഷനിൽ നമുക്ക് പിടിക്കാം. വാട്ട് അബൌട്ട് ദ സ്റ്റോറേജ് സ്പേസ്? ഒരേ ഡേറ്റ 2 സ്ഥലത്ത് സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഒരേ ഡേറ്റ 2 സ്ഥലത്ത് വെക്കേണ്ട ആവശ്യമുണ്ടോ? ശരിക്കും ഡേറ്റാബേസിൽ അതിൻ്റെ ഒരു ആവശ്യമേ ഇല്ല. അപ്പൊ ആൻസർ എന്താണ്? എ ആണ് വരുന്നത്. കാരണം സ്റ്റോറേജ് സ്പേസും വേസ്റ്റ് ആവും, ഒരിടത്തുള്ള ഡേറ്റ മറ്റേ അടുത്ത് മോഡിഫൈ ചെയ്താൽ ഇൻകൺസിസ്റ്റൻസിയും വരും, അല്ലേ? രണ്ടും വരാം കേട്ടോ, രണ്ടും അവിടെ വരാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണ്. സ്റ്റോറേജ് സ്പേസ് വേസ്റ്റ് ആകുകയും ചെയ്യും, ഒരു സ്ഥലത്തുള്ള ഡേറ്റ മറ്റിടത്ത് വന്നു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് മാത്രം മോഡിഫൈ ചെയ്താൽ ഒരു ഇൻകൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ രണ്ടിടത്തും ഒരുപോലെ ഇല്ലാത്തൊരവസ്ഥ, അതിനെയാണ് ഇൻകൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. 2 കാരണങ്ങളും അവിടെ വരാം, 2 എന്താണ് കാര്യങ്ങളും അവിടെ സംഭവിക്കാം ഒരേ ഡേറ്റ സ്റ്റോർ ചെയ്താൽ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ നോക്കി ആൻസർ ചെയ്യണേ, കാരണം ആക്ച്വലി ഈ ഓരോന്നും സെപ്പറേറ്റ് ആൻസർ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസിന്റെ കാര്യവും പറയുന്നുണ്ട്, ചേഞ്ചിങ് ഡേറ്റ ഇൻ വൺ സ്പോട്ട് വിൽ കോസ് ഡേറ്റ ഇൻകൺസിസ്റ്റൻസി അവിടെ പറയുന്നുണ്ട്. അപ്പം രണ്ടും പറ്റുമെങ്കിൽ ആ ഫസ്റ്റ് ഓപ്ഷൻ ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഓപ്ഷൻ നന്നായിട്ട് അനലൈസ് ചെയ്തിട്ട് ആൻസർ ചെയ്യണേ. അടുത്ത ക്വസ്റ്റ്യൻ, which of the following database object does not physically exist? ഇതിന്റെ ഡെഫിനിഷനിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. ഡസ് നോട്ട് ഫിസിക്കലി എക്സിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ആൻസർ ചെയ്യുന്നു? ഓക്കെ, അപ്പം ഡസ് നോട്ട് ഫിസിക്കലി എക്സിസ്റ്റ് എന്ന് പറയുന്നതിന് ഞാൻ വേറൊരു പേര് പറയാം, അങ്ങനെയാണെങ്കിൽ കിട്ടുമോ നമുക്ക്? വെർച്വൽ എന്നുള്ള കീവേഡ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇതിന്റെ ഏതിന്റെയെങ്കിലും കൂടെ? ഏതാ? വ്യൂ ആണ് കേട്ടോ. എന്ന് വെച്ചാൽ വ്യൂയുടെ ഡെഫിനിഷൻ തന്നെ നമ്മൾ പറയുന്നത് എന്താണ്? വെർച്വൽ ടേബിൾ എന്നാണ് പറയുന്നത് കേട്ടോ. വെർച്വൽ ടേബിൾ, അതായത് അതൊരു നമുക്ക് പ്രത്യേകിച്ച് കാണാനൊന്നും പറ്റൂല, ഒരു പർട്ടിക്കുലർ ആവശ്യത്തിന് വേണ്ടി മാത്രം ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ടേബിളാണ് വെർച്വൽ ടേബിൾ. അപ്പൊ അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ലെങ്കിൽ ഈ ഒരു കീവേഡ് എങ്കിലും മനസ്സിലാക്കിയിരിക്കും. വെർച്വൽ ടേബിൾ എന്ന് പറയുന്നത് വ്യൂവിനെയാണ്, അതുകൊണ്ടാണ് നോട്ട് ഫിസിക്കലി എക്സിസ്റ്റ് എന്നുള്ളതിൽ ഏത് വന്നേ? വ്യൂ വന്നു കേട്ടോ. അറിയത്തില്ലെങ്കിൽ പഠിച്ചു വെച്ചേക്കണേ, വ്യൂ ആണ് ആൻസർ കേട്ടോ. വ്യൂ. ബാക്കി ടേബിൾ, ഇൻഡെക്സ് ഇതൊക്കെ കീയുടെ ഭാഗമാണ്, അതൊക്കെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. വ്യൂ എന്ന് പറയുന്നതിന്റെ തന്നെ ഡെഫിനിഷൻ ആണ് വെർച്വൽ ടേബിൾ എന്ന് കേട്ടോ. അപ്പൊ വെർച്വൽ എന്നുള്ള കീവേഡ് വെച്ച് നമുക്ക് ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. വെർച്വൽ ടേബിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോ നിങ്ങൾക്ക്? അതായത് നമുക്കിപ്പോൾ ഒരു ടേബിൾ ഉണ്ടെന്ന് വിചാരിക്കുക. എംപ്ലോയി ഡീറ്റെയിൽസ്, എംപ്ലോയി ID, അഡ്രസ്സ്,
സാലറി, ഡിപ്പാർട്ട്മെന്റ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, പക്ഷേ നമുക്കിപ്പം ഒരു ക്ലറിക്കൽ ലെവലിലുള്ള ആളിന് ഈ ഡീറ്റെയിൽസ് ആക്സസ് ചെയ്യണം. ഓക്കെ, അയാൾക്ക് കാണാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങൾ അതിനകത്തുണ്ട്. എന്താ, സാലറി ഒന്നും അയാൾക്ക് കാണേണ്ട ആവശ്യമില്ല. അപ്പൊ എംപ്ലോയി ഐ ഡിയും അയാളുടെ ഡിപ്പാർട്ട്മെന്റും മാത്രം അഡ്രസ്സും വേണമെങ്കിൽ അറിഞ്ഞിരിക്കാം. സാലറി ഡീറ്റെയിൽസ് അങ്ങനെ പുറത്ത് ഡിസ്ക്ലോസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല കമ്പനി. അങ്ങനെയാണെങ്കിൽ ഇത്രയും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു വെർച്വൽ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡേറ്റാബേസ് സ്ട്രക്ചറാണ് വ്യൂ. അതായത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ടേബിളിന്റെ ഒരു ചെറിയ പോർഷൻ മാത്രം പുറത്ത് ആൾക്കാർക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുക. അതാണ് എന്ത് ചെയ്യുന്നത്, വ്യൂ വെച്ച് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അതിനെ വെർച്വൽ ടേബിൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ശരിക്കുള്ള ടേബിൾ അല്ല, ആ ടേബിളിന്റെ ഒരു കുറച്ച് ഭാഗം മാത്രം ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? വ്യൂ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് മനസ്സിലാക്കിയിരിക്കുക, വെർച്വൽ ടേബിൾ ആണെന്നുള്ളൊരു കീവേഡും മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. വ്യൂ ആണ് അടുത്തത്. ഇത് നിങ്ങൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടാവും. കാൻഡിഡേറ്റ് കീ കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി തന്നിട്ട് കീ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഏതാണ് കീ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നോക്കിയേ, അറിയാത്തവരെല്ലാം ഇങ്ങോട്ട് നോക്കിയേ. നമുക്ക് ഇങ്ങനെ ഒരു റിലേഷൻ തന്നിട്ട് ABCDEF ഇങ്ങനെ ഒരു റിലേഷൻ തന്നിട്ട് ഒരു ഡിപ്പെൻഡൻസി തന്നേക്കാണ്. ഡിപ്പെൻഡൻസി തന്നിരിക്കുകയാണ്. ഇങ്ങനെ ഡിപ്പെൻഡൻസി എന്താണ്, C ഡിറ്റർമിൻ F, E ഡിറ്റർമിൻസ് A, EC ഡിറ്റർമിൻസ് D, A ഡിറ്റർമിൻസ് B, ഇങ്ങനെ തന്നേക്കാം. എന്നിട്ട് പറയാണ് ഇതിനകത്ത് ഏതാണ് കാൻഡിഡേറ്റ് കീ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യും? ഇവിടെ നമ്മൾ ചെയ്യുന്ന കൺസെപ്റ്റ് ആണ് ആട്രിബ്യൂട്ട് ക്ലോഷർ. ആട്രിബ്യൂട്ട് ക്ലോഷർ കണ്ടുപിടിക്കുക. ആട്രിബ്യൂട്ട് ക്ലോഷർ എന്താണെന്നൊക്കെ ഉള്ളത് മേ ബി നിങ്ങൾ ഇനി പഠിക്കുമായിരിക്കും, എങ്കിലും ഞാൻ പറയാണ്. ആട്രിബ്യൂട്ട് ക്ലോഷർ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള ഓരോ ഓപ്ഷൻ എടുക്കാം. CD ആട്രിബ്യൂട്ട് ക്ലോഷർ റെപ്രസെന്റ് ചെയ്യുന്നത് CD മേളിലൊരു പ്ലസ് ഇടുക. ഓക്കെ, എന്നിട്ട് ഈ ഡിപ്പെൻഡൻസി വെച്ചിട്ട് ഈ CD ക്ലോഷർ കണ്ടുപിടിച്ചാൽ എല്ലാ ആട്രിബ്യൂട്ട്സും കിട്ടുമോ എന്ന് ചെക്ക് ചെയ്യാം. നോക്കിയേ, CD ക്ലോഷർ എന്ന് എഴുതിയാൽ നമ്മൾ കണ്ണു അടച്ച ആദ്യമേ ആ സിയും ഡിയും ആ സെറ്റിനകത്തൊന്ന് എഴുതുക. ഓക്കെ, പിന്നെന്താ, C വെച്ചിട്ട് F കണ്ടുപിടിക്കാൻ പറ്റും ആണോ? അപ്പൊ ആ F ഞാൻ ഇവിടെ എഴുതി. ഇനി നോക്കിയേ, ഈ സിയും ഡിയും എഫും വെച്ച് ഇനി വേറെ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം. സിയും ഡിയും എഫും വെച്ചിട്ട് ഇവിടെ വേറെ ഒന്നും, ഇവിടെ ഡി വേണം, എന്താണ്, EC വേണം. ഇവിടെ EC ഇല്ല, നമ്മുടെ കയ്യിൽ സിയും ഡിയും എഫും മാത്രമേ ഉള്ളൂ. അപ്പൊ സിയും ഡിയും എഫും വെച്ചിട്ട് ഇത്രയും ആട്രിബ്യൂട്ടിനെ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അടുത്ത ആട്രിബ്യൂട്ട്സ് ഓപ്ഷൻ എടുത്തു ഞാൻ, ECയുടെ ക്ലോഷർ എന്ന് പറഞ്ഞാൽ ആദ്യം ഈ ഇനെയും സിനെയും അങ്ങ് എടുത്ത് എഴുതുക. ഓക്കെ, ഇനെയും സിനെയും എഴുതി. ഇനി ഈ ഡിപ്പെൻഡൻസിയിലോട്ട് നോക്കിയേ, ഇയും സിയും വെച്ച് വേറെ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കുക. ഇയും സിയും വെച്ച് വേറെ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ? A കണ്ടുപിടിക്കാം. പിന്നെന്താ, ഈ സിയും വെച്ച് D കണ്ടുപിടിക്കാം അല്ലേ? പിന്നെ A വെച്ച് ഇവിടെ ഇപ്പം ഇയും സിയും എയും ഡിയും ഉണ്ട്. അപ്പൊ ഈ A വെച്ചിട്ട് B കണ്ടുപിടിക്കാം അല്ലേ? ഇത് നോക്കിയേ, എയും ബിയും സിയും ഡിയും ഇയും ഉണ്ട്. ഇത് ഇത്രയും വെച്ച് വേറെ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും നോക്കുക. C വെച്ചിട്ട് Fും കണ്ടുപിടിക്കാം. അപ്പൊ നോക്കിയേ, നമ്മുടെ റിലേഷൻഷിപ്പിലുള്ള ABCDEF ഇവിടെ എന്ത് കിട്ടി? ABCDEF അതെല്ലാം കിട്ടിയില്ലേ? അങ്ങനെ എല്ലാ റിലേഷൻഷിപ്പിലുള്ള എല്ലാ ആട്രിബ്യൂട്ടും ഇവിടെ കിട്ടുമെങ്കിൽ, ക്ലോഷറിൽ കിട്ടുമെങ്കിൽ ഇതിനെ നമ്മൾ എന്ത് പറയും? ഇതൊരു കാൻഡിഡേറ്റ് കീയാണ്. ഓക്കെ ആണോ? ഇപ്പൊ എയുടെ ക്ലോഷർ എടുത്താൽ ഞാൻ പറഞ്ഞ എന്താണ്? എയുടെ ക്ലോഷർ എടുത്താൽ ആദ്യം ആ എയും ഇയും അങ്ങ് സെറ്റിൽ എഴുതുക.
ഇനി നോക്കിയേ, എ വെച്ചിട്ട് വേറെ എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും? ബി കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ എയും ഇയും ബിയും വെച്ചിട്ട് വേറെ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇ വെച്ചിട്ട് എ കണ്ടുപിടിക്കാൻ പറ്റും, അത് ഓൾറെഡി സെറ്റിലുണ്ട്. വേറെ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം എല്ലാം നമുക്ക് കിട്ടുന്നുണ്ടോ? റിലേഷനകത്തുള്ള എല്ലാ ആട്രിബ്യൂട്ടിനെയും കിട്ടുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് എയും എന്തല്ല, കാൻഡിഡേറ്റ് കീ അല്ല. അടുത്ത് നോക്കി, എ സി എടുത്തു നോക്കാം. എ സിയുടെ ക്ലോഷർ കണ്ടുപിടിച്ച് നോക്കാം. എ സിയുടെ ക്ലോഷർ കണ്ടുപിടിക്കുമ്പോൾ ആദ്യം ആ എനെയും സിനെയും നമ്മൾ അങ്ങ് എടുത്തെഴുതുക, ഈ രണ്ടും സെറ്റിൽ എടുത്തെഴുതുക. ഇനി ഈ എയും സിയും വെച്ച് വേറെ എന്തിനെങ്കിലും പറ്റും നോക്കാം. എ വെച്ചിട്ട് ബിനെ പറ്റും. പിന്നെ വേറെ എന്തെങ്കിലും പറ്റുമോ? എയും സിയും ബിയും. സി വെച്ചിട്ട് എഫിനെ പറ്റും. പിന്നെ വേറെ എന്തെങ്കിലും പറ്റുമോ? ഇതിനകത്തില്ലാത്ത ഏതൊക്കെയാ? ഇയും ഡിയും ഇല്ല. ഇയും ഡിയും കിട്ടണമെങ്കിൽ എന്തെങ്കിലും വഴിയുണ്ടോ? ഇല്ല. ഉള്ളത് വെച്ച് ഇയും ഡിയും കണ്ടുപിടിക്കാൻ ഇവിടെ വേറൊരു വഴിയുമില്ല. അപ്പൊ ഇത്രയും ആട്രിബ്യൂട്ടിനെ പറ്റത്തുള്ളൂ. അപ്പൊ എ സി എന്തല്ല, കാൻഡിഡേറ്റ് അല്ല. അപ്പൊ കൂട്ടത്തിലെ എല്ലാ ആട്രിബ്യൂട്ടും കിട്ടിയ ക്ലോഷർ ഏതാ? ഈസി ആണ്. സോ ഈസി എന്താണ്? കാൻഡിഡേറ്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണല്ലോ അല്ലെ? ഈസിയിൽ ബി വന്നതെന്ന് പറയാവോ? ഈസിയിൽ ബി വന്നത് നമുക്ക് ഓരോന്ന് എടുത്ത് നോക്കാം. ഈസിയുടെ ക്ലോഷർ ഒന്നുകൂടി നോക്കാം. ഈസിയുടെ ക്ലോഷർ എടുത്താൽ ഞാൻ ആദ്യം എന്താ പറഞ്ഞേ? ആ സെറ്റിൽ ആ തന്നിട്ടുള്ള ആ സാധനങ്ങൾ അതുപോലെ എടുത്ത് എഴുതുക, ഇ കോമ സി. ഇനി നോക്കി, ഇയും സിയും വെച്ച് ഇക്കകത്തുനിന്ന് എ കിട്ടും, അപ്പൊ എ. ഇനി നോക്കിയേ, എക്കകത്തുനിന്ന് ബി കിട്ടും. അതായത് ആ എ നമുക്ക് കിട്ടിയത് കൊണ്ട് അവിടെ ബി കിട്ടിയത്. മനസ്സിലായോ? എ നമ്മുടെ സെറ്റിൽ വന്നു. അപ്പൊ ആ എ പിന്നെ നമ്മൾ നോക്കുന്നത് എങ്ങനെ? എയും ഇയും സിയും വെച്ചിട്ട് വേറെ എന്തെങ്കിലും കിട്ടുമോ എന്നാണ് നോക്കുന്നത്. അപ്പൊ ഇവിടെ എക്കകത്തുനിന്ന് ബി കിട്ടി. ഇനി നോക്കുമ്പോ എങ്ങനെ? എയും ബിയും സിയും ഇയും വെച്ചിട്ട് വേറെ എന്തെങ്കിലും കിട്ടുമോ? സി വെച്ചിട്ട് എഫ് കിട്ടി. പിന്നെ ഇയും സിയും ഉണ്ട്, ഇയും സിയും വെച്ചിട്ട് ഡിയും കിട്ടി. അപ്പൊ എല്ലാ ആട്രിബ്യൂട്ടും നമുക്ക് കിട്ടി. ഇവിടെ കിട്ടിയോ? ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് കാൻഡിഡേറ്റ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു മീഡിയം ലെവലിലുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പൊ ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചോ കേട്ടോ.